എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ആ ജയന്റ് വില്ലന്മാര് അവർ രണ്ടുപേരും ഫ്രാങ്ക് ടീംസിനെ അങ്ങനെ വിരട്ടി ഓടിക്കാൻ തുടങ്ങും. അവരുടെ ടീമിലുള്ള 3 പേരെ അവർ തല്ലി തകർത്തു കഴിഞ്ഞു. പക്ഷെ ഫ്രാങ്ക് ടീമാണെങ്കിൽ ഉറച്ചു നിൽക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളുടെ ക്യാപ്റ്റൻ ഫ്രാങ്കി അദ്ദേഹത്തെ നമ്മൾ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ് അവർ വീണ്ടും ആ ഗേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴായിരിക്കും പൗലി അവൻ ആ സീ ബുൾസ് അവറ്റകൾ ഉപയോഗിച്ച് ആ വില്ലന്മാരെ അറ്റാക്ക് ചെയ്യുക. വില്ലന്മാർക്കാണെങ്കിൽ ആ ബുൾസിനെ കണ്ട് ഒരല്പം പേടി തോന്നും. അപ്പൊ പൗലിയുടെ തൊട്ട് പിന്നാലെ സാംബി അവൻ അവിടേക്ക് വരും. അവൻ പറയും, സീ ബുൾസിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ ഒരല്പം ലേറ്റ് ആയി പോയി, ക്ഷമിക്കണം, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഇവറ്റകളെ ഉപയോഗിച്ച് ഈ സീ ഗേറ്റ് തകർക്കുമെന്ന് പറഞ്ഞ് വീണ്ടും അവര് പവറായി ഗേറ്റിന് മുൻപിലേക്ക് കുതിച്ചു പായും. ഉടനെ ആ സ്ക്വയർ ലേഡീസ് അവർ 2 കത്തിയെ നീട്ടിപ്പിടിച്ച് വില്ലന്മാരുടെ അടുത്തേക്ക് ഓടും. അവരുടെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് ആ വില്ലന്മാരുടെ ഷൂസ് അതങ്ങനെ കട്ട് ചെയ്ത് കളയും. ഷൂസ് 2ആയി പിളരേണ്ട താമസം അവര് കാല് വഴുതി താഴേക്ക് വീഴും. പൗലി ആണെങ്കിൽ ഞൊട്ടിയിടയില് അവരെ കയറിട്ട് വരിഞ്ഞു മുറുക്കി പുറകിലേക്ക് ആഞ്ഞു വലിക്കും. ആ ഗ്യാപ്പിൽ സോംബെ അവനിപ്പോ വലിയൊരു പീരങ്കി എടുത്ത് അത് ഷൂട്ട് ചെയ്യും. ഇവിടെ കിങ് ബുൾസ് ആണെങ്കിൽ അവറ്റകളുടെ ഫുൾ പവറില് ആ വില്ലന്മാരെ 2 പേരെയും ചവിട്ടിക്കൂട്ടി അങ്ങനെ താഴേക്ക് ചായ്ക്കും. ഫ്രാങ്കി ടീംസ് ആണെങ്കിൽ കയറും ചുറ്റികയും ആണിയൊക്കെ വെച്ച് ആ കാസി വില്ലൻ അവനെ മുഴുവനായിട്ടും ഇപ്പൊ ലോക്ക് ചെയ്യും. അത് കണ്ട അടുത്ത വില്ലൻ അവൻ ഫുൾ കലിപ്പില് അറ്റാക്ക് ചെയ്യാനായി ഫ്രാങ്കി ടീംസിന്റെ അടുത്തേക്ക് ഇപ്പൊ ഓടി അടുക്കും. ഫ്രാങ്കി ടീംസ് ആണെങ്കിൽ അങ്ങനെ ആ വില്ലനെ റൗണ്ട് ചെയ്ത് അറഞ്ചം പുറഞ്ചം ആഞ്ഞടിക്കും. ഓൾറെഡി ആ വില്ലന്റെ സൈസ് അത് ഭയങ്കര വലുതായതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഫ്രാങ്കി ചെക്കന്മാരെ തൊടാൻ പോലും കഴിയില്ല. അതേസമയം ആ ഏജന്റ് വില്ലൻ സ്പാങ്ഡം അവനാണെങ്കിൽ പുറത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് ഇപ്പൊ കറക്റ്റ് ആയിട്ട് വീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചീഫ് ഏജന്റ് ആണെങ്കിൽ ഇപ്പൊ ഫുൾ കലിപ്പില് സെക്യൂരിറ്റീസിനോട് ചോദിക്കും, ലൂഫി അവന്റെ കാര്യം എന്തായി? അതിനവര് പറയും, ആക്ച്വലി ലൂഫിയെ ആർക്കും തടയാൻ കഴിയുന്നില്ല, അവൻ ഇതിനോടകം 400 മിലിറ്ററി ഫോഴ്സിനെ അട്ടിച്ച് തകർത്ത് കഴിഞ്ഞു. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ലൂഫിയെ കാണിക്കും. അവൻ അറഞ്ചം പുറഞ്ചം ഓരോരുത്തരെയും തല്ലിച്ചതച്ച് വലിച്ചെറിയും. അവൻ വീണ്ടും വീണ്ടും സ്കോർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഏതോ ഒരു സോൾജിയർ അത് തെറിച്ചു വന്ന് അവന്റെ ദേഹത്തേക്ക് അടിച്ചു വീഴും. അവൻ അവസാനമായിട്ട് ഞാനടക്കം 501ാമത്തെ ആളെയും ലൂഫി തല്ലി താഴെയിട്ടു എന്ന് ക്യാപ്റ്റനോട് പറയും. പക്ഷെ ആ സ്പാങ്ഡം ചീഫ് ആളാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവില്ല. അത്രയും ചെറിയൊരു പൊടിച്ചെക്കൻ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് 501 സോൾജിയേഴ്സിനെ തല്ലാൻ കഴിയോ? ഇംപോസിബിൾ, അതൊന്നും ഒരിക്കലും കഴിയില്ല. ഇതുറപ്പായിട്ടും റോങ് ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞ് അവനിപ്പോ അങ്ങനെ ഹായ് ആയിട്ടിരിക്കും. അപ്പൊ അതേ സമയത്ത് ഡോർ തുറന്ന് ലൂച്ചിയൻ ടീമും റോബിനെയും ഫ്രാങ്കിയെയും അവിടേക്ക് കൊണ്ടുവരും. ചീഫിനാണെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷാവും. വർഷങ്ങളായി ഇവർക്ക് 2 പേർക്കും വേണ്ടിയാണ് കാത്തിരുന്നത്. അപ്പൊ റോബിൻ അവളെ നൈസായിട്ട് പുറകിലേക്ക് നോക്കും. അപ്പൊ ആ മെയിൻ ഗേറ്റ് അത് സ്ലൈറ്റ്ലി ഓപ്പൺ ആവുന്നത് അവള് കാണും. ഉടനെ ലൂച്ചി അവൻ പറയാൻ തുടങ്ങും, റോബിനെയും ഫ്രാങ്കിയെയും അവരെ 2 പേരെയും ഞങ്ങൾ ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. അവർ 2 പേരും ക്രിമിനൽസ് ആണ്. ഇനി അവരെ വിധിക്കേണ്ടതും അവർക്ക് ആവശ്യമായിട്ടുള്ള ശിക്ഷ അത് നൽകേണ്ടതും അങ്ങയുടെ ഉത്തരവാദിത്വമാണ്. ആ ചീഫ് ഏജന്റിന് ആൾക്കാണെങ്കിൽ ആളുടെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അവരെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുൻപായി CP9 ടീം, എനിക്ക് നിങ്ങളെക്കുറിച്ചാണ് ഒരുപാട് കാര്യം പറയാനുള്ളത്. വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങളെ എല്ലാവരെയും ഇതുപോലെ ഒരുമിച്ച് കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത്. പക്ഷെ ഈ കാര്യമൊന്നും ചീഫിന്റെ അടുത്ത് നിൽക്കുന്ന ആ ജബറ അവന് തീരെ ഇഷ്ടാവില്ല. ജബറ ചോദിക്കും, ഓ നിങ്ങളിപ്പോ ഭയങ്കര സ്മാർട്ടായല്ലേ ലൂച്ചി, നീ അന്നും ഇന്നും ശിക്കാരി ശംഭു തന്നെയാണെന്ന് പറഞ്ഞ് ജബറ അവനെ കളിയാക്കും. ആക്ച്വലി ഇവരെല്ലാവരും CP9 ടീമിലെ മെമ്പേഴ്സ് ആണ്. പക്ഷെ അതിൽ തന്നെ ഇവര് 2 ടീമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മിഷൻസ് ഏറ്റെടുക്കുക. അതുകൊണ്ട് തന്നെ ഈ ടീമുകൾക്ക് തമ്മിൽ പരസ്പരം തീരെ ഇഷ്ടമല്ല. അപ്പോഴായിരിക്കും ആ സിബ് വായൻ അവൻ ഓടി വന്ന് നമ്മുടെ അസിസ്റ്റന്റ് പെണ്ണിനെ ഇടിക്കാനായിട്ട് അങ്ങനെ ക്ലോസ് എത്തും. പക്ഷെ അപ്പോഴേക്കും അവളൊരൊറ്റ ചവിട്ട് വെച്ചു കൊടുക്കും. എന്നിട്ട് അവൾ ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് ആ മൂലയ്ക്ക് മാറിയിരുന്നോ, അല്ലെങ്കിൽ ചവിട്ടുകൊണ്ട് നീ പപ്പടം പോലെയാവും. ഉടനെ അവൻ പറയും, ഞാൻ ആക്ച്വലി നിങ്ങളുടെ 4 പേരുടെയും പവർ ലെവല് അത് അസസ് ചെയ്യായിരുന്നു. അസിസ്റ്റന്റ് പെണ്ണ് കാലിഫ, നിന്റെ പവർ 680 ആണ്. ബ്ലൂ ആനയുടെ പവർ ലെവല് അത് 820. കക്കുവിൻ്റെത് 2200. ലൂച്ചി അവൻ്റെതാണ് ഏറ്റവും കൂടുതൽ 4000. അത് കേട്ട് ഇപ്പൊ ജബറയ്ക്ക് കലി കയറും. ജബറ പറയും, നീ കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ടുണ്ടാവില്ല, ഇവർക്കൊന്നും അത്രയും പവറൊന്നും ഇല്ല. അതിന് സിബ് പറയും, അയ്യോ ഇല്ല ഇല്ല,
ഞാൻ കറക്റ്റായിട്ട് മെഷർ ചെയ്തു. നിന്റെ പവറും ഞാൻ മെഷർ ചെയ്ത് കഴിഞ്ഞു. നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിന്റെ പവർ അത് 2000 ആണ്. ജബറയ്ക്കാണെങ്കിൽ അത് സഹിക്കാനാവില്ല. ശരി, ലൂച്ചിക്കായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പവർ. പക്ഷെ ഞാൻ കക്കുവിനും താഴെയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ജബറ അവനിപ്പോ കക്കുവിന്റെ അടുത്തേക്ക് വരും. ജബറ പറയും, നിനക്കൊന്നും അത്രയും പവറൊന്നും ഇല്ല. ആ മണ്ടൻ സിപ്പ് അവൻ കാൽക്കുലേറ്റ് ചെയ്തതിൽ പറ്റിയ എന്തോ ഒരു വലിയ മിസ്റ്റേക്ക് ആണ്. പക്ഷെ കക്കു ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എനിക്കിതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനൊന്നുമില്ല. എല്ലാവരും CP9 ടീമാണ്. അത് ലൂച്ചി പറയും, അല്ലെങ്കിലും ഇവരൊരു വേസ്റ്റ് ടീമാണ്. ഇവരെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ ഫൈറ്റ് ചെയ്യാൻ മാത്രമേ ഇവർക്കറിയൂ. അത് കേട്ട് ജബറ ഫുൾ കലിപ്പില് ലൂച്ചിയെ ചീത്ത വിളിക്കും. എന്നിട്ട് ലൂച്ചിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇപ്പൊ ഒരു മോൺസ്റ്റർ രൂപത്തിലേക്കായി മാറും. ലൂച്ചിയും വിട്ടുകൊടുക്കില്ല. അവനും ഇപ്പൊ ഒരു മോൺസ്റ്റർ രൂപത്തിലായി. രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അത് കണ്ട് ആ സിപ്പൻ അവൻ പറയും, ആക്ച്വലി ജബറിനെ ഇപ്പൊ ആർക്കും ഇഷ്ടമല്ല. ഒരു ചുന്ദരി പെൺകുട്ടി ഇവന്റെ പ്രപ്പോസൽ റിജക്ട് ചെയ്തു. അതാണ് ഇപ്പൊ ജബറൻ ഇത്രയും ബാഡായിട്ട് മാറിയത്. ജബറിനാണെങ്കിൽ അവന്റെ ദേഷ്യം സഹിക്കാൻ പറ്റില്ല. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ കാര്യം നീ ഇവിടെ തുറന്നു പറയും. അവനാണെങ്കിൽ ആ സിപ്പന്റെ സിപ്പ് അത് വലിച്ചടയ്ക്കും. ചീഫ് ആണെങ്കിൽ ഇതൊക്കെ കണ്ട് തലവേനിച്ചിരിക്കുകയാണ്. ആള് ദേഷ്യപ്പെട്ട് പറയും, സ്റ്റോപ്പ് ദ ഫക്ക്, നിർത്തണടാ. നിങ്ങൾ എല്ലാവരും ഒരേ ടീമാണ്. നിങ്ങൾ ഒരിക്കലും പരസ്പരം ഫൈറ്റ് ചെയ്യാൻ പാടില്ല. അത് കേട്ട സിപ്പൻ അവനവന്റെ വാ തുറന്നു പറയും, ആക്ച്വലി ചീഫിന്റെ പവർ അത് വെറും നോർമൽ ആണെന്നൊക്കെ പറഞ്ഞ് അവനിപ്പോ ഏജന്റ് ചീഫിനെ കളിയാക്കാൻ തുടങ്ങും. അതിനാ ചീഫ് വീണ്ടും കണ്ണുരുട്ടി സിപ്പനെ ഒരുപാട് ചീത്ത പറയും. ഉടനെ അസിസ്റ്റന്റ് പെണ്ണ് അവള് പറയും, ചീഫ് നിങ്ങൾക്ക് പവർ കുറവാണെന്ന കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചീഫിനാണെങ്കിൽ എന്താ പറയണ്ടേന്നറിയില്ല. അങ്ങനെ ചമ്മി ഐസായി ഒരു മൂലക്കിരിക്കും. ഇവിടെ ജബറയാണെങ്കിൽ അടിയിടിയും നാണക്കേടൊക്കെ സഹിച്ച് ഇപ്പോ ആ ഒരു മുടിയനെ അവനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഉടനെ അസിസ്റ്റന്റ് പെണ്ണ് അവള് പറയും, ചീഫ് ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞു. അടുത്ത മിഷൻ അത് ഞങ്ങളെ ഏൽപ്പിക്കണം. ഉടനെ ഏജന്റ് ചീഫ് ആള് പറയും, നിങ്ങളെ ഓർത്ത് എനിക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം ആർക്കും ഒരിക്കലും കീഴടക്കി കൊണ്ടുവരാൻ കഴിയാത്ത റോബിനെ നിങ്ങൾ ഇവിടേക്ക് എത്തിച്ചു. മരിച്ചുപോയി എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച ആ കട്ടി ഫ്ലെയിം ഫ്രാങ്കി അവന്റെ കള്ളക്കഥയും പൊളിച്ച് നിങ്ങൾ ഇവിടെ എത്തിച്ചില്ലേ? അതിന് നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇനി ആ ബ്ലൂ പ്രിന്റ് അതുകൂടെ നമ്മൾ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണം. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ പ്ലാൻ അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവും. നിങ്ങൾക്ക് ആക്ച്വലി ഒരു റിവാർഡ് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞ് ഈ 2 ഡെവിൾ ഫ്രൂട്ട് അവനൊരു സൈഡിലേക്ക് മാറ്റി വെക്കും. പക്ഷെ അവൻ കൊടുക്കാൻ പോകുന്നത് ഡെവിൾ ഫ്രൂട്ട് ആണെന്നുള്ള കാര്യമൊന്നും അവൻ അവരോട് പറയില്ല. ഈ ഒരു റിവാർഡ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരില്ല, ഒരല്പസമയം കഴിഞ്ഞ് മാത്രമേ ഞാൻ തരൂ. ആ ഒരു ഗേറ്റ് അതിനപ്പുറമാണ് ലോകത്തിന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് അവൻ ആ ഗേറ്റിലേക്ക് നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നാമി അവളാണെങ്കിൽ ഓരോ ബിൽഡിംഗ് ഒക്കെ ഇടിച്ച് തകർത്ത് ആ സോൾജിയേഴ്സിന്റെ ദേഹത്തേക്കിടും. അതിനുശേഷം വമ്പ സ്പീഡില് ആ ഗേറ്റ് ലക്ഷ്യമാക്കി കുതിച്ചു പായും. കട്ട് ചെയ്ത ഇവിടെ സോറയും ഗ്രാൻമയും അവരെല്ലാവരും ചേർന്ന് ട്രെയിൻ മുൻപോട്ടെടുക്കാൻ തയ്യാറാവും. അവർ പറഞ്ഞ ടൈം അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ ഫ്രാങ്ക് ആൻഡ് ടീംസ് അവരെല്ലാവരും ചേർന്ന് ആ വില്ലന്മാരെ അറഞ്ചം പൊറഞ്ച് ഇടിക്കും. മറ്റൊരു ഭാഗത്ത് ലൂഫി അവൻ ചാടിത്തുള്ളി ബോർഡ് പോലെ വീർത്തൊക്കെ വന്ന് അങ്ങനെ ഉരുണ്ടുപോകും. അവനെ പിടിക്കാനായി അവന്റെ പിന്നാലെ ഒരുപാട് സോൾജിയർ വന്ന് അങ്ങനെ ചാടി വീണ് അവനെ റൗണ്ട് ചെയ്യും. പക്ഷെ ലൂഫിയുടെ രോമത്തിൽ തൊടാൻ പോലും അവരെ കൊണ്ട് കഴിയില്ല. കട്ട് ചെയ്ത ഇവിടെ ട്രെയിൻ അത് തീ പാർന്ന സ്പീഡില് ആ ഫെൻസസ് ഒക്കെ ഇടിച്ച് തെറിപ്പിച്ച് മുൻപോട്ടേക്ക് കൊതിച്ച് പായുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.